ഹായ് മക്കളെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ, ജെനറ്റിക്സ് ഓഫ് ലൈഫ്, അതിന്റെ നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിക്സ് ഉണ്ടെന്ന്. ഇന്ന് നമ്മൾ ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് പഠിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇന്നത്തോടെ നമുക്ക് ഈ വീഡിയോ കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഫുൾ ആയിട്ട് പഠിച്ചിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് നിർത്തിയത് ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസിംഗ് ആണ് അല്ലെ, മോണോ ഹൈബ്രിഡ് ക്രോസിംഗും ഡൈഹൈബ്രിഡ് ക്രോസിംഗുമാണ് നിർത്തിയിരുന്നത്. എന്തായിരുന്നു മോണോ ഹൈബ്രിഡ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ചെടിയിൽ ഒരു ക്യാരക്ടർ മാത്രമാണ് എടുക്കുകയെങ്കിൽ, എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഒരു ക്യാരക്ടർ മാത്രമാണ് അവിടെ എടുത്തിട്ടുള്ളതെങ്കിൽ അതെന്തായിരിക്കും, അത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഇനി ഒരു ചെടിയിൽ തന്നെ നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതേതായിരിക്കും, അത് ഡൈഹൈബ്രിഡ് ക്രോസിംഗ്. മനസ്സിലായില്ലേ? ഈ മോണോ ഹൈബ്രിഡിന്റെ റേഷ്യോ എത്രയാണ് നമ്മൾ പറഞ്ഞത്, അത് 3:1 അതേപോലെ ഡൈഹൈബ്രിഡിന്റെ റേഷ്യോ 9:3:3:1. അപ്പൊ ഈ റേഷ്യോസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മള് മെന്റൽ പറഞ്ഞത് എന്തായിരുന്നു? മെന്റൽ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ അച്ഛന്റെ ക്യാരക്ടർ കിട്ടും കുട്ടിക്ക്, അല്ലെങ്കിൽ അമ്മയുടെ ക്യാരക്ടർ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പൊ നമ്മൾ തന്നെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്ക് അച്ഛന്റെയും അമ്മയുടെയും മാത്രമാണോ ക്യാരക്ടേഴ്സ് ഉള്ളത്? അല്ല, അല്ലെ? നമുക്ക് നമ്മുടേതായ ഡിഫറെന്റ് ആയിട്ടുള്ള, അവരിൽ നിന്ന് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് നമുക്ക് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെന്റലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ മെന്റൽ പറയാത്ത കുറെ ഇൻഹെറിറ്റൻസ് നമ്മൾക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ള, അതായത് മെന്റൽ പറയാത്ത, എക്സ്പ്ലെയിൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. എന്താണ് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ്? അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് ആണ് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് 4 തരത്തിലാണുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ, പഠിക്കാം അല്ലെ? ഓക്കെ, അപ്പോ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ആദ്യത്തെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. മലയാളത്തിലായാലും ഇംഗ്ലീഷ് മീഡിയത്തിലായാലും മലയാളം മീഡിയത്തിലായാലും അത് തന്നെയാണ് പറയുന്നത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ ഒന്നാമത്തെ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് ഏതാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമുക്ക് നോക്കാം. നമ്മള് ഒരു ക്രോസിംഗിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം കേട്ടാ. നോക്കി, ഈ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചിട്ടുള്ളത്, എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത് 4 മണിച്ചെടിയിലാണ്. 4 o'clock പ്ലാന്റ് എന്ന് കേട്ടിട്ടുണ്ടാ? ദേ ഇവിടെ അതിന്റെ പിക്ചർ കാണിച്ചിരിക്കുന്നുണ്ട്. ദേ കണ്ടാ, പിക്ചർ കണ്ടാ? ഇതാണ് 4 മണിച്ചെടി. നമ്മള് പറമ്പിലൊക്കെ കാണാവുന്നതാണ്, നമ്മുടെ വീട്ടിലെ പറമ്പിലൊക്കെ കാണാവുന്നതാണ്. ഒരു ചെടിയാണ്, 4 മണിക്ക് വിരിയുന്ന ഒരു പൂവുള്ളതാണ്. 4 o'clock പ്ലാന്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതില് പല കളർ പൂവുകൾ ഉണ്ടാവും. വെള്ള കളർ, അതുപോലെ ചോപ്പ, പിങ്ക്, അങ്ങനെ പല മഞ്ഞ, അങ്ങനെയുള്ള കളർ പൂവുകളൊക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ 4 മണിച്ചെടി അല്ലെങ്കിൽ 4 o'clock പ്ലാന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പഠിക്കാനെടുത്ത ചെടി എന്ന് പറഞ്ഞാല് ഈ 4 o'clock പ്ലാന്റ് ആണ്. അടുത്ത എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കേട്ടാ. അപ്പൊ നോക്കിയേ, ആദ്യം റെഡ്, അതായത് ചുവന്ന പൂവുള്ള ഒരു 4 മണിച്ചെടിയും, അതേപോലെ തന്നെ വൈറ്റ്, വെള്ളപ്പൂവുള്ള ഒരു 4 മണിച്ചെടിയും കൂടി എന്ത് ചെയ്ത് ക്രോസ് ചെയ്യാൻ എടുക്കണം, ഹൈബ്രിഡൈസ് ചെയ്യാനായിട്ട്, പരാഗണം ചെയ്യാനായിട്ട് എടുത്തു. നോക്കിയേ, റെഡും വൈറ്റും ഇട്ടാ, ചുവന്ന പൂവുള്ള ചെടിയും അതേപോലെ വെള്ളപ്പൂവുള്ള ചെടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോ അതിന്റെ അല്ലീൽസ് നോക്കാം. പാരന്റിന്റെ അല്ലീൽസ് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. റെഡിന് ക്യാപിറ്റൽ ആർ കൊടുത്തു രണ്ടും, വൈറ്റിനാണെങ്കിൽ സ്മോൾ ആർ കൊടുത്തു. ഇനി അടുത്ത നമ്മൾ സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്ത നമ്മൾ ബീജകോശം എടുക്കണം അല്ലെ, ഗാമേറ്റ്സ് എടുക്കണം. നോക്കിയേ, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു ആറേ എടുത്തുള്ളൂ. അതിന് എന്ത് ചെയ്യണം, വട്ടം വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ അല്ലെ. എന്താണ്, ഗാമേറ്റ് ആണെന്ന് സൂചിപ്പിക്കാനായി. ഇനി അടുത്തതിന് ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, സ്മോൾ ആർ എടുത്ത് നമ്മള് വട്ടം വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഒന്നാമത്തെ തലമുറ കണ്ടുപിടിക്കണം, F1 ജനറേഷൻ. നോക്കിയേ, രണ്ടും കൂടെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലെ. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആദ്യം ക്യാപിറ്റൽ എഴുതുക. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, F1 ജനറേഷൻ, ഒന്നാം തലമുറ കിട്ടി. നോക്കിയേ, സാധാരണ മെന്റൽ പറഞ്ഞത് വെച്ചാണെങ്കിൽ, നമ്മൾ ഡൈഹൈബ്രിഡും മോണോഹൈബ്രിഡും മെന്റൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ കിട്ടേണ്ട ഫീനോടൈപ്പ്, ഇവിടെ ഉണ്ടായ ചെടിയുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? നോക്കിയേ, റെഡും വൈറ്റും. ഇവിടെയാണെങ്കിൽ എന്ത് വരണമായിരുന്നു? ക്യാപിറ്റൽ ആർ നോക്കൂ നിങ്ങൾ, റെഡ് വരണമായിരുന്നു. നമ്മൾ ഇങ്ങനെ കാണുമ്പോ എന്താ ആദ്യം പറയാ, റെഡ്. ഉണ്ടായ ചെടി എന്തായിരിക്കും? ചുവന്ന പൂക്കളുള്ള ചെടിയാണെന്നാണ് നമ്മൾ പറയാ അല്ലെ, മെന്റൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ.
പക്ഷേ ഇവിടെ ഉണ്ടായ ചെടി എങ്ങനത്തെ പൂവാണ്? പിങ്ക് പൂവ്, പിങ്ക് കളറിലുള്ള പൂവാണ് അവിടെ ഉണ്ടായത്. എന്താണ്? റെഡും അല്ല വൈറ്റും അല്ല. സാധാരണ മെന്റൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ ഉണ്ടാവേണ്ടത് ഏതായിരുന്നു? റെഡ് പൂവായിരുന്നു അല്ലെ? നമ്മൾ പറഞ്ഞു ആറിന്റെ ക്യാരക്ടർ എന്താണ്? റെഡ് ആണ്. അപ്പൊ ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക, ഡോമിനന്റ് ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലെ. പക്ഷേ ഇവിടെ നോക്കിയേ, റെഡ് അല്ല പിങ്ക് ആണ് വന്നത്. അപ്പോ കാരണം എന്താണ്? ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് പാരന്റ്സിന്റെ അല്ല, അച്ഛന്റെ അല്ല, അമ്മരെയും അല്ല, അതിന്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇത് രണ്ടും കൂടെ കൂടിക്കലർന്ന വേറൊരു ക്യാരക്ടർ വരിക, അതാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. മനസ്സിലായ എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാല്? അച്ഛന്റെയും അല്ല അമ്മരെയും അല്ല, അത് റെഡും അല്ല വൈറ്റും അല്ല, അത് രണ്ടും കൂടെ കൂടിക്കലർന്ന് മിക്സ് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയ പുതിയൊരു ക്യാരക്ടർ എന്താണ്? പിങ്ക് വന്നിരിക്കുന്നു. മനസ്സിലായ? അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്തുകൊണ്ടായിരിക്കാം? റീസൺ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരാൻ കാരണം? റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് റീസൺ എന്ന് പറയുന്നത് കേട്ടാ. റീസൺ രണ്ടാമത്തെ പെട്ടിയിലുള്ളത് എന്താണ്? എ ഡോമിനന്റ് അല്ലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അല്ലീൽ ഓഫ് ദ റിസസീവ് ട്രൈറ്റ്. പ്രകടഗുണത്തിന്റെ അല്ലീലിനെ ഗുപ്തഗുണത്തിന്റെ അല്ലീലിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. അതായത് ഇപ്പൊ നോക്കിയേ, നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ അതാണ് ഡോമിനന്റ്, സ്മോൾ ആർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് റിസസീവ് ആണ്. ക്യാപിറ്റല് സ്മോളും കൂടെ വരികയാണെങ്കിൽ ക്യാപിറ്റൽ എന്തായിരിക്കും? ഡോമിനന്റ് ആയിരിക്കും. എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ എവിടെ ഏതായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. സ്മോൾ ഇവിടെ എന്തായിരിക്കും? മറഞ്ഞിരിക്കും, ഹിഡൻ ആയിട്ടിരിക്കും. എക്സ്പ്രസ് ചെയ്യണ ക്യാരക്ടറിനെയാണ് നമ്മുടെ ഡോമിനന്റ് ട്രേറ്റ്, പ്രകടഗുണം എന്ന് പറയുന്നത്. മറഞ്ഞിരിക്കുന്ന ആളെ എന്തെന്ന് പറയും? റെസസീവ് ട്രേറ്റ്, ഗുപ്തഗുണം എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയ സാധാരണ മെന്റൽ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഡോമിനന്റ് ട്രേറ്റ് എന്ത് ചെയ്യണം? നമ്മുടെ റെസസീവ് ട്രേറ്റ് ആയ സ്മോൾ ആറിനെ എന്ത് ചെയ്യും? മറച്ചു പിടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഇതിനെ പാർഷ്യൽ ആയിട്ടേ മറയ്ക്കാൻ പറ്റുള്ളൂ. ഡോമിനന്റ് ട്രേറ്റിന്, അതായത് ഈ പറഞ്ഞ ക്യാപിറ്റൽ ആറിന്റെ അല്ലീലിന് ഈ സ്മോൾ ആറിന്റെ അല്ലീലിന് എന്ത് ചെയ്യും? പകുതി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹിഡൻ ചെയ്യാൻ പറ്റുള്ളൂ, മറയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? അപ്പോൾ ബാക്കി പകുതി എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. ഇപ്പൊ നോക്കിയേ, ഈ സ്മോൾ ആർ അതിന്റെ പകുതി തന്നെയാണ് എന്ത് ചെയ്യണത്? മറച്ചു പിടിക്കും. പകുതി എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഡോമിനന്റ് അല്ലീൽ കയറി എന്ത് ചെയ്യും? മറയും, ഹിഡൻ ആവും. പക്ഷേ ബാക്കി എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ ഈ ബാക്കി എക്സ്പ്രസ് ചെയ്യുമല്ല, അതും ആ അല്ലീലും പിന്നെ ഇതും കൂടെ ചേർന്നിട്ട് ക്യാപിറ്റൽ ആറിനെയും കൂടെ കൂടി ചേർന്നിട്ട് എന്താവും? വേറൊരു ക്യാരക്ടർ. മനസ്സിലാവണ്ട? ഡോമിനന്റ് അല്ലീലിനെ റെസസീവ് അല്ലീലിനെ ഫുള്ളി കവർ ചെയ്യാൻ പറ്റില്ല, ഫുള്ളി ഹിഡൻ ചെയ്യാൻ, മറച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല. മനസ്സിലായ? അപ്പൊ എന്ത് ചെയ്യും? റെസസീവ് അല്ലീലിനെ കുറച്ച് എന്ത് ചെയ്യും? പാർഷ്യലി എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ ഡോമിനന്റ് അല്ലീലിന്റെ ഫുള്ളും അതേപോലെ ഈ റെസസീവ് അല്ലീലിന്റെ പാർഷ്യലും കൂടെ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും? പുതിയൊരു ക്യാരക്ടർ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്? പിങ്ക് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ രണ്ടും. അതായത് നോൺ മെന്റലി ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ പറഞ്ഞു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആന്ന് പറഞ്ഞു അല്ലെ, അച്ഛന്റെ അല്ല അമ്മരെയും അല്ല, അതിന്റെ ഇടയിലുള്ള ക്യാരക്ടർ, മിക്സ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടുന്നത്, അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതിന്റെ റീസൺ മനസ്സിലായില്ലേ? എന്താണ്? പ്രകടഗുണത്തിന്റെ അല്ലീലിനെ ഗുപ്തഗുണത്തിന്റെ അല്ലീലിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? മറയ്ക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെന്റലിയൻ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് ആണ് കോഡോമിനൻസ് തന്നെയാണ് മലയാളം മീഡിയംകാരും പറയേണ്ടത് കേട്ടാ. കോഡോമിനൻസ് അതായത് റോൺ കോട്ട് പാറ്റേൺ എന്ന് പറയും. റോൺ കോട്ട് പാറ്റേൺ അങ്ങനെ തന്നെയാണ് പറയുന്നത്. റോൺ കോട്ട് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില പശുക്കളും കുതിരയിലൊക്കെ രണ്ട് കളറായിട്ട് കാണൂലേ? വെള്ളയും കറുപ്പയും, അല്ലെങ്കിൽ വെള്ളയും വേറെ ഏതെങ്കിലും കളർ, അങ്ങനെ കാണൂലേ? അങ്ങനത്തെ പാറ്റേൺ ആണ് എന്തെന്ന് പറയുന്നത്? റോൺ കോട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായില്ലേ? റോൺ കോട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ കന്നുകാലികളില്, അതായത് ചിലപ്പോ കുതിര, പശു അങ്ങനെയുള്ള സാധനങ്ങൾ, അതാണ് കന്നുകാലികൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മള് കന്നുകാലികളിലും കുതിരകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു രണ്ട് കളർ കുതിരകളിൽ അല്ലെങ്കിൽ കന്നുകാലിലായാലും രണ്ട് കളർ കാണുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റോൺ കോട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. റോൺ കോട്ട് പാറ്റേണുകൾ കാണും. അതായത് കുതിരയായാലും കന്നുകാലിലായാലും രണ്ട് ടൈപ്പ് കളർ കാണും. അതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമാണ് എന്ത്?
കോഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് both alleles exhibit their traits at the same time. രണ്ട് അല്ലീൽസും, അതായത് ഇപ്പൊ രണ്ട് പശു, അതായത് പശു മീൻസ് കുതിരകളാന്ന് വിചാരിക്കാം. അപ്പൊ അമ്മ അച്ഛൻ, ഒരെണ്ണത്തിന് എന്ത് കളറായിരിക്കും? ഒരെണ്ണത്തിന് ഒരു കറുപ്പ കളറാന്ന് വിചാരിക്കാം, ഒരെണ്ണത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ള കളറാന്ന് വിചാരിക്കാം. കറുപ്പയും വെള്ളയും, അതായത് അച്ഛന് കറുപ്പ, അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ വെള്ള കളറാണെന്ന് വിചാരിക്കാം. അപ്പോ കുട്ടിക്ക് എന്ത് ചെയ്യണം? മെന്റൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ കറുപ്പ കളർ കിട്ടണം, അല്ലെങ്കിൽ എന്തായിരിക്കും വെള്ള കളർ കിട്ടണം. അങ്ങനെയാണല്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യും. രണ്ടും ഒരേപോലെ, അതായത് രണ്ടല്ലിലും വെള്ളരെയും, അതായത് വൈറ്റ് കളറിന്റെ ജീന്റെ അല്ലിയിലും അതേപോലെ കറുപ്പ കളറിന്റെ ജീന്റെ അല്ലിയിലും എന്ത് ചെയ്യും? ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യും, സെയിം ടൈമിൽ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയാണ് എന്ത് വരുന്നത്? ഈ റോൺ കോട്ട് പാറ്റേൺ വരുന്നത്. അത് രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്നത്. നോക്കിയേ, ഇവിടെ എവിടെ ദീപശുനെ നോക്കി നിങ്ങൾ കണ്ടാ ബ്രൗണും ഉണ്ട്, അതേപോലെ വൈറ്റും. ഇതിലെന്തായിരിക്കും? ചിലപ്പോ അമ്മയായിരിക്കും ബ്രൗൺ കളർ, അച്ഛൻ എന്തായിരിക്കും? വെള്ള കളർ ആയിരിക്കാം. പക്ഷേ രണ്ട് അല്ലീൽസും എന്ത് ചെയ്ത്? സന്താനങ്ങളിൽ ഓഫ്സ്പ്രിംഗിൽ വന്നപ്പോ എന്ത് ചെയ്ത്? രണ്ടും എക്സ്പ്രസ് ചെയ്തു. മനസ്സിലായ? അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡോമിനൻസ് എന്ന് പറയാം. കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് അലീലും എന്ത് ചെയ്യും? കുട്ടിയിൽ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് കോഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് എന്തായിരുന്നു? രണ്ട്, അതായത് പാർഷ്യലി അല്ലേ മറക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വേറൊരു ക്യാരക്ടർ വരും. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതെന്താണ്? കോഡോമിനൻസ്. അത് ആരിലാണ് കാണപ്പെടുന്നത്? മെയിൻ ആയിട്ട് റോൺ കോട്ട് പാറ്റേൺസ് അല്ലെ, കന്നുകാലികൾ, കാറ്റിൽസിലും കുതിരകളിലും ഹോഴ്സസിലുമാണ് ഈ പറഞ്ഞ റോൺ കോട്ട് പാറ്റേൺ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. കഴിഞ്ഞിട്ടില്ല നമ്മുടെ നോൺ മെന്റലിയൻ, ഇനിയും ഉണ്ട്. അടുത്തത് നോക്കിയേ, അടുത്തതാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയും. നമ്മുടെ മെന്റൽ പറഞ്ഞത് എന്താണ്? ഒരു ജീനിനെ എന്തുണ്ട്? ജീനിന്റെ ഡിഫറെന്റ് ഫോംസിനെയാണ്, വ്യത്യസ്ത തരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അല്ലീലുകൾ എന്ന് വിളിക്കുന്നത്. മെയിൻ ആയിട്ട് പൊതുവെ ജീനിന് രണ്ട് അലീൽസ് ഉണ്ടെന്നാണ് നമ്മളോട് മെന്റൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രണ്ട് അലീൽ മാത്രമല്ല ഉള്ളത്. ചില ജീനിന് എന്തുണ്ട്? ഒന്നിൽ കൂടുതൽ അലീൽസ് ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയാ? മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ അലീലിസം, ഒരു ജീനിന് രണ്ടിൽ കൂടുതൽ അലീലുകൾ ഉണ്ടെങ്കിൽ അതെന്താണ്? മൾട്ടിപ്പിൾ അലീലിസം. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പ് ആണ്. മനുഷ്യന്മാരിലത്തെ ABO ബ്ലഡ് ഗ്രൂപ്പ് നമുക്കറിയാം. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? The gene that determines blood group in human beings has more than 2 alleles. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കാനായിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു ജീൻ ഉണ്ടാവും ഇല്ലേ? ആ ജീനിന് രണ്ടിൽ കൂടുതൽ അല്ലീൽസ് ഉണ്ട്. രണ്ട് അല്ലീൽ മാത്രമല്ല ജീനിനുള്ളത്. ജീനിന് എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്ന ജീനിന് എന്താണ്? രണ്ടിൽ കൂടുതൽ അല്ലീലുകൾ ഉണ്ട്. ഏതൊക്കെയാണ് നോക്കിയ അല്ലീലുകള്? ഇതൊക്കെയാണ് IA, IB, I. ഇതാണ് അല്ലീലുകൾ. 3 അല്ലീൽസ് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്ന ജീനിന്റെ 3 അല്ലീലുകൾ ഏതൊക്കെയാണ്? IA, IB, I. ഇത് നിങ്ങൾ സ്മോൾ ലെറ്റർ I എന്ന് തന്നെ എഴുതണം കേട്ടാ. അങ്ങനെ തന്നെ എഴുതണം കേട്ടാ. IA, IB, I. ഈ 3 അല്ലീലുകളാണ്. അപ്പൊ ഒരു ജീനിന് രണ്ടിൽ കൂടുതൽ അല്ലീലുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? നമ്മള് മൾട്ടിപ്പിൾ അലീലിസം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അതായത് അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ഇൻ സ്കിൻ കളർ, അതായത് ത്വക്കിന്റെ നിറവ്യത്യാസം. പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഒരു ജീനാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഓരോ സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ജീനുകളുണ്ട്, ഓരോ ജീനുകളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു ക്യാരക്ടറിനെ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒന്നിൽ കൂടുതൽ ജീനുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? പോളിജെനിക് ഇൻഹെറിറ്റൻസ് പറയുന്നത്. മനസ്സിലായ? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ജീനാണെന്ന് നമ്മൾ ഫസ്റ്റേ തുടങ്ങി പഠിക്കുന്നതാണ് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്യാരക്ടറിനെ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒന്നിൽ കൂടുതൽ ജീനുകൾ ഉണ്ടെങ്കിൽ എന്താണ്? അത് പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ്. എന്താണ്?
പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അതായത് ത്വക്കിന്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നതാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ത്വക്കിന്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒരു ജീനല്ല, ഒന്നിൽ കൂടുതൽ ജീനുകളുണ്ട്. ഈ ജീനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സ്കിൻ കളർ കൊടുക്കുന്ന, സ്കിന്നിന് ഡാർക്ക് കളർ കൊടുക്കുന്ന, ഇരുണ്ട നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ മെലാനിൻ. അതെല്ലാവർക്കും ഒരേപോലെയാണോ? അല്ല, വ്യത്യാസമാണ് അല്ലെ? ഇപ്പോ എന്റെ കളർ ആവില്ല വേറൊരു കുട്ടിക്ക്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക്, ഒരു വൈറ്റ്, അങ്ങനെയാണോ? അല്ല, ഒരുപാട് ഷെയ്ഡുകൾ ഉണ്ട്. ഈ ഷെയ്ഡുകൾക്ക് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് വ്യത്യസ്തമാണ്. മനസ്സിലാവണ്ട? അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പോളിജെനിക് എന്ന് പറഞ്ഞാൽ. അതായത് സ്കിൻ കളർ നിയന്ത്രിക്കുന്നത് ഒരു ജീൻ മാത്രമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ കളർ കിട്ടൂലേ? അല്ലല്ല, അങ്ങനെയാണോ? അല്ല. അപ്പോ എന്താണ്? നമ്മുടെ മെലാനിൻ, ഓരോ ജീനും എന്തായിരിക്കും? മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് വ്യത്യാസമായിരിക്കും. മനസ്സിലായ? അപ്പൊ അതിനനുസരിച്ച് എന്തുണ്ടാവും? ജീനുകൾ ഉണ്ടാവും. അപ്പോ സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നത് ഒരു ജീനല്ല, ഒന്നിൽ കൂടുതൽ ജീനാണ്. അവര് മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസമാണ്, ഡിഫറെന്റ് ആണ്. ഓരോ ജീനും എന്താണ്? മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. മെലാനിൻ കൂടിയ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് നമ്മുടെ ശരീരത്തിലുള്ളതെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നമ്മുടെ സ്കിന്നിന് നല്ല ഡാർക്ക് കളർ ആയിരിക്കും. ഇനി മെലാനിൻ കുറവ് ഉൽപ്പാദിപ്പിക്കുന്ന ജീനാണ് നമ്മുടെ ശരീരത്തിലുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല വൈറ്റ് ആയിട്ടിരിക്കും. മനസ്സിലായ? അപ്പൊ ഓരോ ജീനും എന്ത് ചെയ്യുന്നുണ്ട്? മെലാനിന്റെ അളവ് എന്താണ്? വ്യത്യാസമാണ് കേട്ടോ ഉൽപ്പാദിപ്പിക്കുന്നതിൽ. അപ്പൊ അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിജെനിക് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മുടെ ബിഹൈൻഡ് ദ കളർ ഡിഫറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന് നിർവ്യത്യാസത്തിന് പിന്നിൽ ആരാണ്? ഈ നിർവ്യത്യാസത്തിന് പിന്നില് നമ്മുടെ ജീനുകൾ. ഏതാണ്? പിഗ്മെന്റ് മെലാനിൻ. മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത്. ഈ എമൗണ്ട്, മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന എമൗണ്ട് എല്ലാവർക്കും ഒരേപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. ഇനി അതേപോലെ തന്നെ എന്താണ്? ജോഗ്രഫിക്കൽ റീജിയൻ ഫ്രം വേർ ആൻ ഇൻഡിവിജ്വൽസ് ആൻസെസ്റ്റർ എമർജ് ഈസ് എ മേജർ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് സ്കിൻ കളർ. വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു, ജീൻ എന്ന് പറഞ്ഞില്ലേ? ജീന് പല ജീൻ ഉണ്ട് എന്ന് പറഞ്ഞു സ്കിന്നിന് കളർ കൊടുക്കാനായിട്ട്. നമ്മുടെ ജോഗ്രഫിക്കൽ റീജിയൻ, നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികന്മാർ ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് ജോഗ്രഫിക്കൽ റീജിയനിൽ നിന്നാണോ ഉണ്ടായിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ജീനും എന്ത് ചെയ്യും? വ്യത്യാസം വരും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മള് ആഫ്രിക്കൻസിന് എടുക്കാം. ആഫ്രിക്കൻസിന്റെ സ്കിൻ കളർ എങ്ങനെയാ? നല്ല ഡാർക്ക് കളറാണ്. നല്ല ഡാർക്ക് കളർ അല്ലേ സ്കിൻ? അല്ലേ? അല്ലാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആഫ്രിക്കൻസ് മൊത്തം അങ്ങനെയായിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് താമസിക്കുന്ന, അല്ല അവർ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം എവിടെയാണ്? നമ്മുടെ ഇക്വേറ്ററിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് വരും. അതായത് ഒരുപാട് സൺലൈറ്റ് വന്ന് പതിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ആഫ്രിക്ക എന്ന് പറയുന്നത്. ശരിക്കും ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സ്കിന്നിനെ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? മെലാനിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അവർക്ക് ഒരുപാട് സൺലൈറ്റ് വന്ന് പതിക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് സ്കിന്നിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതില്ലാതിരിക്കാനായിട്ടാണ് എന്ത് ചെയ്തത്? അവരുടെ ജീൻസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്? ഈ പറഞ്ഞ മെലാനിൻ കൂടുതൽ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോ അവർക്ക് നല്ല ഡാർക്ക് കളറായിട്ട് മാറി. അവരിനി അതായത് ഇപ്പൊ ആ ഒരു ആഫ്രിക്കക്കാരൻ ഇപ്പൊ നമ്മൾ അമേരിക്കയിലോ എവിടെയെങ്കിലും വന്ന് താമസിച്ചെന്ന് വെച്ചിട്ട് അവരെ കളർ മാറാൻ പോകുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവരുടെ ജീൻ അങ്ങനെയാണ്. അവരുടെ ജീൻ എങ്ങനത്തെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്? മെലാനിൻ ഹൈ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് അല്ലെ? നമുക്ക് നമ്മുടെ പൂർവികന്മാരിൽ നമുക്ക് കിട്ടിയ ജീനാണ് അത് നമുക്ക് മാറാൻ പോണില്ല. മനസ്സിലാവണ്ട? അപ്പോ ജോഗ്രഫിക്കൽ റീജിയനെയും അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജീനുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ അതും സ്കിൻ കളർ അതിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ. ജോഗ്രഫിക്കൽ റീജിയൻസ് നമ്മുടെ ആൻസിസ്റ്റേഴ്സിനാണ്. നമ്മുടെ ആൻസിസ്റ്റർ ഏത് രാജ്യത്താണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ താമസിച്ചിരുന്നത് അവിടെ എങ്ങനെയാണോ സൺലൈറ്റ് ഉണ്ടായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ജീനായിരിക്കാം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ആ ജീനാണ് ആർക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത്? നമുക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ. അതേപോലെ തന്നെ intensity of sunlight varies in different geographical regions. Genetic variations suitable for the skin color of each region have occurred. അതായത് ഓരോ റീജിയൻസിനനുസരിച്ച്, ജോഗ്രഫിക്കൽ റീജിയൻസിനനുസരിച്ചാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? ജീനിൽ മാറ്റം വന്നിട്ടുള്ളത്. മനസ്സിലായ? അത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കിൻ കളറിന് വേറെ ഫാക്ടേഴ്സ്
ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, സൂര്യപ്രകാശം, അതേപോലെ തന്നെ ഭക്ഷണം, ഡയറ്റ്, പിന്നെ വിറ്റാമിൻ ഡി ഓൾസോ ഇൻഫ്ലുവൻസ് സ്കിൻ കളർ. സ്കിൻ കളറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഘടകങ്ങളാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം, അതുപോലെ ഭക്ഷണം, വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി അത്യാവശ്യമാണ് നമുക്ക് കേട്ടാ. നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിന്റെ കളറിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്, സ്കിന്നിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണെന്നാണ് പഠിക്കേണ്ടത്. ഏതാണ്, മെലാനിൻ ആണ്. ഓക്കെ, അടുത്തത് അടുത്ത ടോപ്പിക് ആണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക് ആണ്. ജനറ്റിക് പ്രോസസ്സസ് റെസ്പോൺസിബിൾ ഫോർ വേരിയേഷൻസ്. വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയ. നമ്മ പറഞ്ഞു നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ജീനുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ വ്യതിയാനങ്ങൾക്ക്, വേരിയേഷൻസിന് കാരണമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്, ഒന്ന് ക്രോസിംഗ് ഓവർ ആണ്. എന്താണ് ആദ്യത്തെ, എന്താണ് ക്രോസിംഗ് ഓവർ. എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് നോക്കാം. Meiosis is the type of cell division that is responsible for the formation of gamete. ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനഭംഗം, മിയോസിസ് എന്ന് പറയും. രണ്ട് ടൈപ്പ് ഡിവിഷൻ ഉണ്ട് നമ്മുടെ സെല്ലിൽ. ഒന്ന് മൈറ്റോസിസും ഒന്ന് മിയോസിസും ആണ്. സാധാരണ കോശങ്ങളിൽ, നമ്മുടെ ശരീരത്തിന്റെ സാധാരണ കോശങ്ങളിൽ നടക്കുന്ന ഡിവിഷൻ ആണ് മൈറ്റോസിസ് എന്ന് പറയും. മൈറ്റോസിസ്, ക്രമഭംഗം എന്ന് പറയും മൈറ്റോസിസ്. ഈ മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ അവിടെ ക്രോമോസോം നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. 46 എന്നുള്ളത് 46 തന്നെയാണ്. അതായത് ഡിവൈഡ് ചെയ്ത് പുതിയ സെൽ ഉണ്ടായാലും അതിന്റെ ക്രോമോസോം നമ്പർ എത്ര തന്നെയായിരിക്കും, 46 തന്നെയാണ്. അതിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല മൈറ്റോസിസിൽ. പക്ഷേ മിയോസിസ് അത് നടക്കുന്നത് എവിടെ മാത്രമാണെന്ന് നോക്കിയേ, ഗാമേറ്റുകൾ ഉണ്ടാവുന്ന കോശങ്ങളിൽ മാത്രം. ബാക്കിയുള്ള കോശങ്ങളിൽ നടക്കുന്നില്ല. ഗാമേറ്റുകൾ ഉണ്ടാകുന്ന ആ ഡിവിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത്. കാരണം മിയോസിസ്, ഇപ്പൊ നോക്കിയേ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ എഗ്ഗിന് 46 ക്രോമോസോം എന്ന് വിചാരിക്കാം. സ്പേമിനും 46 വിചാരിക്കാം. എഗ്ഗും സ്പേമും, അണ്ടവും പുംബീജവും കൂടെ ചേർന്നിട്ടാണല്ലോ എന്തുണ്ടാവണത്, സൈഗോട്ട്, കുട്ടികൾ ഉണ്ടാവുന്നത് അല്ലെ, ഫീറ്റസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഈ 46 കൂടെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ വേറെ വലിയ ജീവിയാവൂലേ മക്കളെ? ക്രോമോസോം നമ്പർ കൂടൂലേ? മനുഷ്യനാവോ? മനുഷ്യന്റെ ക്രോമോസോം എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, 46 അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന വേറെ വലിയ ജീവിയായിട്ട് മാറും. അപ്പോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാമേറ്റുകൾ ഉണ്ടാകുമ്പോൾ ആ ക്രോമോസോം നമ്പർ എന്ത് ചെയ്യണത്, പകുതിയാകുന്നത്. 46 എന്നുള്ളത് നേരെ പകുതിയാവും, 23 എന്നാവും. മനസ്സിലായ? അപ്പൊ എന്തായിരിക്കും, എഗ്ഗില് എന്തായിരിക്കും 23ഉം സ്പേമിലും എന്തായിരിക്കും 23. അത് രണ്ടും കൂടെ കൂടിച്ചേർന്നാലാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്ന കുട്ടിയുടെ സെല്ലിൽ ഏത് വരുള്ളൂ, 46 വരും. അപ്പൊ മനസ്സിലായ? അങ്ങനെ ക്രോമോസോം നമ്പർ കുറയുന്ന, റിഡക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം എന്ന് പറയുന്നത്. അത് മനസ്സിലായ? ഗാമേറ്റുകൾ ഉണ്ടാകുന്നത്, സെൽ ഡിവിഷൻ, ഗാമേറ്റുകൾ ഉണ്ടാവുന്നത്, ബീജകോശങ്ങൾ രൂപപ്പെടുന്ന ആ ഡിവിഷനാണ് എന്തെന്ന് പറയുന്നത്, മിയോസിസ്, ഊനഭംഗം എന്ന് പറയുന്നത്. അവിടുത്തെ പ്രത്യേകം മനസ്സിലായില്ലേ? എന്താണ്, ക്രോമോസോം നമ്പർ നേർപകുതിയായിട്ട് കുറയുന്നു. ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കാം. ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണേ. ഇതാണ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ. എന്ത് ചെയ്യും നോക്കിയേ, നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്, അതായത് അച്ഛന്റെന്നും അമ്മയുടെന്നും കിട്ടുന്ന ഒരേപോലെയുള്ള, ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐഡന്റിക്കൽ ആണ് കേട്ടാ. സമാനമായ ഒരേപോലെയുള്ള ക്രോമോസോംസ് എന്ത് ചെയ്യും, വന്ന് നിൽക്കും, അടുത്തടുത്ത് പെയർ ചെയ്തു ജോഡിയായിട്ട് നിൽക്കും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. ക്രോസിംഗ് ഓവറിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, അച്ഛന്റെയും അമ്മയിലത്തെയും ഒരേപോലത്തെ ക്രോമോസോംസ്, ഐഡന്റിക്കൽ ക്രോമോസോംസ്, ഹോമോലോഗസ് ക്രോമോസോംസ് എന്ത് ചെയ്യും, പെയർ ചെയ്ത് ജോഡിയായിട്ട് വന്ന് നിൽക്കും. അതിനുശേഷം ഇവരെ ക്രൊമാറ്റിഡ്സ്, ഈ കാലുകൾ പോലെ നിൽക്കണണ്ടില്ലേ, അതിനാണ് നമ്മൾ ക്രൊമാറ്റിഡ്സ് എന്ന് പറയുന്നത്. ഈ കാല് പോലെ ഇരിക്കുന്നത് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞിരിക്കും. അതായത് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കാലിട്ടിരിക്കണ പോലെ തോന്നൂലേ? ആ പിക്ചർ ഒന്ന് നോക്കിയാൽ നിങ്ങള് കണ്ടാ, കാലിട്ടിരിക്കണ പോലെ തോന്നില്ലേ? കൈയൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഇടൂലേ, നമ്മള് കൂട്ടി പിടിക്കൂലേ? അതേപോലെ എന്ത് ചെയ്യും, കണ്ടാ, ജോയിൻ ചെയ്ത് നിൽക്കും. അവരെന്താ ഇങ്ങനെ പിണഞ്ഞിരിക്കും. മനസ്സിലായ? പെയർ ചെയ്ത് ആ ഭാഗത്തിനെ, അവരെ ജോയിൻ ചെയ്യണ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കയാസ്മ എന്നാണ് വിളിക്കുന്നത്. കയാസ്മ എന്ന് പറയും. എന്താണ്, കയാസ്മ. അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് നിൽക്കുന്ന ആ ഭാഗത്തിനെ കയാസ്മ എന്നാണ് പറയുന്നത്.
ഈ കയാസ്മ പിന്നീട് എന്ത് ചെയ്യും? അവിടെ വെച്ച് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും, ബ്രോക്ക് ചെയ്യും, ഒടിയും, അതായത് വിട്ടുമാറും. ആ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ കയാസ്മ ആ ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? അത് വിട്ടുമാറും. വിട്ടുമാറി എന്ത് ചെയ്യും? അത് സെപ്പറേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. കണ്ടാ ഈ കളർ വ്യത്യാസം? കണ്ടാ കളർ വ്യത്യാസം? കണ്ട? അതായത് ഈ ഭാഗത്തെ ക്രോമോസോമിന്റെ പാർട്ട് എന്ത് ചെയ്യും? ഇപ്പുറത്തെ ക്രോമോസോമിലേക്കും വരും. ഇപ്പുറത്തെ ക്രോമോസോമിന്റെ പാർട്ട് വിട്ടുമാറി എവിടെ ചെന്നിരിക്കും? ദേ ഇപ്പുറത്തും ചെന്നിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ആ സെഗ്മെന്റ്സ് കൈമാറും. മനസ്സിലായ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രോസിംഗ് ഓവർ. അങ്ങനെ കൈമാറുമ്പോൾ അവിടെ എന്തും കൂടെ മാറും? എക്സ്ചേഞ്ച് കോസസ് എ റീകോമ്പിനേഷൻ ഓഫ് അലീൽസ്. അവിടെയുള്ള അലീലുകളും മാറും. അവിടെ ജീനിന്റെ അലീല് വ്യത്യാസമായിരിക്കില്ലേ? അച്ഛന്റെ ക്രോമോസോമിലുള്ള അലീലായിരിക്കൂല അമ്മരയിൽ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ഇവര് രണ്ടു ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുമ്പോൾ അവിടുത്തെ അലീൽസും എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യുകയും പുതിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പുതിയൊരു റീകോമ്പിനേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. പുനഃസംയോജനം നടന്ന് പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ കാര്യം, ക്രോസിംഗ് ഓവർ. മനസ്സിലായില്ലേ? ആദ്യം എന്തെയും ക്രോസിംഗ് ഓവർ നടക്കുന്നത് മിയോസിസിലാണ് അല്ലെ? ക്രോമസോം നമ്പർ പകുതിയാവുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ മിയോസിസ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അച്ഛന്റെയും അമ്മയുടെയും ഒരേപോലെയുള്ള ക്രോമസോംസ് എന്ത് ചെയ്യും? ജോഡി ചേർന്ന് നിൽക്കും. അതിനുശേഷം ഓരോ ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യും? കൂടിച്ചേരും. ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കയാസ്മ എന്നറിയപ്പെടുന്നത്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അത് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ അച്ഛന്റെ ക്രോമസോമിന്റെ ഭാഗം എവിടേക്ക് ചെല്ലും? അമ്മയുടെ ക്രോമസോമിലേക്കും കയറിയിരിക്കും. അതേപോലെ അമ്മയുടെ ക്രോമസോമിന്റെ സെഗ്മെന്റ് എവിടെ ചെന്നിരിക്കും? അച്ഛന്റെ ഇരിക്കും. അപ്പോ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ എന്തും മാറ്റം വരും? അലീലുകൾ തമ്മിൽ എന്ത് ചെയ്യും? വ്യത്യാസപ്പെടുകയും അങ്ങനെ പുതിയ ക്യാരക്ടർ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം, വേരിയേഷൻസ് ഉണ്ടാവാനായിട്ട്. അടുത്തത് നെക്സ്റ്റ് വേരിയേഷന് കാരണമായിട്ടുള്ളതാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറയും. അതായത് എന്താണ് ഈ മ്യൂട്ടേഷൻ എന്ന് ചോദിക്കും. നമ്മുടെ ജനിതകഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നത്, ആ വേർഡ് ഒന്ന് നോക്കണേ, ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് എന്ത്? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ. സഡൻ, പെട്ടെന്നുണ്ടാകുന്നതും ഹെറിറ്റബിൾ ചേഞ്ച്. ആകസ്മികം എന്ന് പറഞ്ഞപ്പോ എന്താ? സഡൻ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവുകയും, ഹെറിറ്റബിൾ അതായത് ആ ചേഞ്ച് നമ്മുടെ ജീനുകളിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുക. ആ മാറ്റമാണെങ്കിൽ നമ്മുടെ തലമുറ, അതായത് നമ്മുടെ കുട്ടി ഉണ്ടാകുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ആ കുട്ടിയിലേക്ക് കിട്ടുകയും ചെയ്യുന്ന മാറ്റങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്നതും അതെന്താണ്? ഹെറിറ്റബിൾ ആണ്. നമ്മുടെ കുട്ടിയിലേക്ക് എന്ത് ചെയ്യും? പോകും. മനസ്സിലായ? നമുക്കുണ്ടായ നമ്മുടെ ജീനുകളിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നമ്മുടെ കുട്ടിക്കും കിട്ടും അല്ലെ? അങ്ങനത്തെ മാറ്റങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തായിരിക്കാം മ്യൂട്ടേഷൻ കാരണം? എങ്ങനെയൊക്കെ ആയിരിക്കാം മ്യൂട്ടേഷൻ വരാൻ? മ്യൂട്ടേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ എറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, DNA റെപ്ലിക്കേറ്റ് ചെയ്യുമല്ല അല്ലെ? DNA എന്ത് ചെയ്യുന്നുണ്ട്? റെപ്ലിക്കേറ്റ് ചെയ്യും. DNAയിൽ നിന്ന് വേറെ കോപ്പീസ് DNAs ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ DNAയിൽ നിന്ന് കോപ്പി ചെയ്ത് വേറെ DNA ഉണ്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ, എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഈ പറഞ്ഞ മ്യൂട്ടേഷൻ വരാം. മാറിയില്ലേ? നമ്മുടെ ജീനിന്റെ മൊത്തം ഘടന മാറൂലേ അങ്ങനെ ആവുമ്പോ? അപ്പോ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോ മാറാം. അല്ലെങ്കിൽ എക്സ്പോഷർ ടു സെർട്ടൻ കെമിക്കൽസ്, നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും കൂടുതൽ കെമിക്കൽസ് വരികയാണെങ്കിൽ നമ്മുടെ ജീനുകളിൽ എന്ത് ചെയ്യാം? മാറ്റം വരാം. അതേപോലെ തന്നെ റേഡിയേഷൻസ്, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ റേഡിയേഷൻസ് വരെയെന്ന് വിചാരിക്കാം, അപ്പോഴും നമ്മുടെ ജീനുകളിൽ എന്ത് ചെയ്യും? വ്യത്യാസം വരാം, ഈ മ്യൂട്ടേഷൻ വരാം. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം വരുന്നത്? DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറ്, DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന വല്ല തകരാറ് മൂലം മ്യൂട്ടേഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ ചില പ്രത്യേക രാസവസ്തുക്കൾ ഉണ്ടാവാം, വികിരണങ്ങൾ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകാം. ഇമ്പോർട്ടന്റ് ആണ് കോസസ് ഓഫ് മ്യൂട്ടേഷൻ. ഒന്നല്ലെങ്കിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോ, ഇരട്ടിക്കുമ്പോ വല്ല പ്രശ്നം വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ രാസവസ്തു കെമിക്കൽസ് വരികയാണെങ്കിൽ അവിടെ ജീനിന് മാറ്റം വരാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ റേഡിയേഷൻസ്, വികിരണങ്ങൾ അത് കൂടുതൽ ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ ജീനുകൾക്ക് എന്ത് ചെയ്യും? വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? മ്യൂട്ടേഷന് കാരണമാകാം. അടുത്തത്, മ്യൂട്ടേഷൻ എന്ത് ചെയ്യും? ജീനുകളിൽ മാറ്റം ഉണ്ടാകും. ഈ പെട്ടെന്നുള്ള മാറ്റം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജീൻ മൊത്തമായിട്ട് അങ്ങോട്ട് മാറിപ്പോകൂലേ? നമ്മുടെ ജീനുകളില് മാറ്റങ്ങൾ സംഭവിക്കാം. ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് ഉന്നയിക്കുന്നു. ജീവപരിണാമത്തിന് മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ജീനുകൾ എന്ത് ചെയ്യും? കൈമാറ്റം ചെയ്യപ്പെടും അല്ലെ? ഇപ്പൊ എന്റെ ജീനുകൾക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കാം, ഏതെങ്കിലും കാരണം കൊണ്ട് എന്ത് ചെയ്ത് വല്ല മ്യൂട്ടേഷൻ സംഭവിക്കുക വിചാരിക്കാം. അങ്ങനെ സംഭവിച്ച ജീനിന് എന്ത് ചെയ്യും? ഇപ്പൊ എന്റെ കുട്ടിക്ക് കിട്ടും ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആ മ്യൂട്ടേഷൻ കുറച്ചും കൂടെ കൂടും.
ചിലപ്പോ വേരിയേഷൻസ് എന്ത് ചെയ്യും കുറച്ചും കൂടെ കൂടുതലാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതെന്ത് ചെയ്യും, ഇങ്ങനെ കൈമാറി ആ വേരിയേഷൻ കൂടി ലാസ്റ്റ് എന്ത് ചെയ്യും, വേറൊരു വലിയൊരു ക്യാരക്ടറിലേക്ക് മാറ്റും. അതായത് നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യും, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ കോസസ് ചേഞ്ചസ് ഇൻ ജീനുകളിൽ ചേഞ്ച് വരുത്തും അല്ലെ. ദീസ് ജീൻസ് ആർ ട്രാൻസ്ഫേർഡ് ത്രൂ ജനറേഷൻസ് വിച്ച് ലീഡ് ടു വേരിയേഷൻസ് ഇൻ ക്യാരക്ടേഴ്സ്. ഈ ജീനുകൾ എന്ത് ചെയ്യും, ജനറേഷൻ വഴി തലമുറ വഴി എന്ത് ചെയ്യും, കടന്നുപോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യും, വേറൊരു പുതിയൊരു ക്യാരക്ടർ, വേറൊരു പുതിയൊരു സ്വഭാവം ഉണ്ടാവാൻ കാരണമാണ്. ഓക്കെ, അപ്പോ മ്യൂട്ടേഷൻ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ. പരിണാമത്തിൽ മ്യൂട്ടേഷന് വലിയൊരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. പരിണാമം അറിയൂലേ, ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവി ഉണ്ടാവുന്നത് അല്ലെ, അങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുള്ള എവല്യൂഷൻ ഒക്കെ, പരിണാമം നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലും നമ്മൾ ഡിഫൈൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. മ്യൂട്ടേഷൻ എന്തിനു കാരണമാകും, പരിണാമം എവല്യൂഷന് കാരണമാകുന്നുണ്ട് എന്ന് പഠിക്കുക കേട്ടാ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ മ്യൂട്ടേഷനെ കുറിച്ച് പറയാനായിട്ട്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ ഉണ്ട് കേട്ടാ. നമ്മുടെ ജീനുകളില് വ്യത്യാസം വരാൻ നോക്കിയത്, ഇവിടെ ടിയും ഇവിടെ എയുമാണ്. പക്ഷെ അത് ഇരട്ടിച്ചപ്പോൾ എന്തായി മാറി, നേരെ ചേഞ്ച് ചെയ്ത് ഇവിടെ എയും ഇവിടെ ടിയുമായിട്ട് മാറി. മനസ്സിലായ? അങ്ങനെ വന്നാൽ അതെന്താണ്, അത് മ്യൂട്ടേഷൻ ആണ്. നമ്മുടെ GNA-യിൽ വരുന്ന GNA എന്നാണ് പറയുന്നത്, എന്താണ്, DNA-യിൽ വരുന്ന മാറ്റം, ജീനുകളിൽ വരുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടാ. ഇവിടെ ഉണ്ടായിരുന്ന ടിയും എയും എന്ത് ചെയ്ത് സ്ഥലം മാറിപ്പോയി, അതെന്താണ്, വ്യത്യാസം തന്നെയാണ്, അതെന്താണ്, ഒരു മ്യൂട്ടേഷൻ ആണ്. മനസ്സിലായ? ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ നമ്മള് ആദ്യത്തെ വീഡിയോയും അതുപോലെ ഈ വീഡിയോയും കണ്ടു കഴിഞ്ഞ ഒരാൾക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരിക്കും, സെറ്റ് ആയിരിക്കും മക്കളെ, ഒരു ഡൗട്ടും ഉണ്ടാവില്ല കേട്ടാ. അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് ഫുള്ളായിട്ട് തറവായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.